വിവാഹിതരായി ഇനി വരാൻ പോകുന്ന വിശേഷത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ഈ റിവ്യൂ ഇഷ്ടപ്പെടുവാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനേ, അതുപോലെ ലൈക്ക് ചെയ്യാനും ഹൈപ്പ് ചെയ്യാനും മറക്കല്ലേ. അങ്ങനെ ഫവാനിയും അഞ്ജനയും വളരെ സന്തോഷത്തിലാണ്. അപ്പോൾ ഫവാനി പറയുന്നുണ്ട്, യഥാർത്ഥത്തിൽ അവൻ ഇപ്പോഴാണ് മോളെ പെട്ടത്. ഇത്രയും നാൾ അവൻ മുത്തശ്ശിയെടുത്ത് പറഞ്ഞതുപോലല്ല, ഇപ്പം അവൻ വാക്ക് കൊടുക്കുകയും വീണ്ടും മോതിരം അവൻ്റെ കയ്യിൽ ഇടുകയും ചെയ്തു. അപ്പം ഇനി അവന് ഈ വിവാഹത്തിൽ നിന്ന് രക്ഷപ്പെടാൻ പറ്റത്തില്ലെന്ന് ഫവാനി പറയുന്നുണ്ട്. അപ്പോൾ ഉടനെ അഞ്ജന പറയുന്നുണ്ട്, എന്തായാലും എനിക്ക് വിവാഹ കത്തുമായിട്ട് നേരെ പോകേണ്ടത് ഭൂമിയെടുത്ത അവളുടെ മുഖത്തേക്ക് ഈ വിവാഹ കത്ത് കൊടുത്തിട്ട് അവളെ കല്യാണത്തിന് ക്ഷണിക്കണം. എനിക്ക് അന്നേരം അവളുടെ ആ മുഖം ഒന്ന് കാണണമെന്നൊക്കെ പറഞ്ഞ് ഭയങ്കര അഹങ്കാരത്തോടെ അഞ്ജന ഭവാനിയോട് സംസാരിക്കുകയാണ്. അപ്പോൾ ഭവാനി പറയുന്നുണ്ട്, നിൻ്റെ ഈ സന്തോഷമാണ് അവൾക്കുള്ള പ്രതികാരം എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷേ എല്ലാവരും സന്തോഷത്തോടെ ഇരിക്കുമ്പോൾ അജയ് അപ്പോഴും സങ്കടത്തിലാണ്. വീണ്ടും താൻ കുരുക്കി തന്നെ പെട്ടല്ലോ എന്നോർത്ത് ഭയങ്കര സങ്കടത്തിൽ. അങ്ങനെ ആൽഫ്രഡുമായിട്ട് സംസാരിക്കുമ്പം ആൽഫ്രഡ് പറയുന്നുണ്ട്, നീ മുന്നേ എങ്ങനെയാണോ നിൻ്റെ അവസ്ഥ അത് തന്നെ ആയില്ലേ ഇപ്പം വീണ്ടും കൂടുതൽ പ്രശ്നത്തിലാവുകയും ചെയ്യുകയാണ്. മുത്തശ്ശി ഇറങ്ങി പോകാനായിട്ട് ഒരുങ്ങിയ മുത്തശ്ശി തിരിച്ച് കയറ്റാൻ വേണ്ടി നിൻ്റെ തീരുമാനം മാറ്റേണ്ട വന്നില്ലയോ? അതുകൊണ്ടാണ് പറഞ്ഞത്, നീ വിചാരിക്കുന്ന പോലെ അത്ര എളുപ്പമല്ല അഞ്ജനയായിട്ട് വിവാഹം മുടക്കുന്നത്. ഇത് കേൾക്കുമ്പോൾ അജയ് പറയുന്നുണ്ട്, ഇനി എന്ത് വന്നായാലും ഞാൻ അഞ്ജനയെ വിവാഹം കഴിക്കത്തില്ല എന്ന് പറയാണ്. അപ്പോൾ ആൽഫ്രഡ് പറയുന്നുണ്ട്, അത് തന്നെയല്ലേ നീ ഇത്രയും നേരം പറഞ്ഞുകൊണ്ടിരുന്നത്. പക്ഷേ അങ്ങനല്ലല്ലോ നടന്നത്. നിൻ്റെ തീരുമാനം മാറ്റേണ്ട വന്ന്, അതുകൊണ്ട് വിവാഹം നടക്കും എന്നാണ് എനിക്ക് തോന്നുന്നതെന്ന് ആൽഫ്രഡ് പറയുന്നുണ്ട്. അപ്പോഴും അജയ് പറയുന്നുണ്ട്, ഈ വിവാഹം നടക്കാൻ പാടില്ല എന്ന് പറയുന്നുണ്ട്. എനിക്ക് അഞ്ജനയെ ഇഷ്ടമല്ലെന്ന് എല്ലാവർക്കും അറിയാം, പ്രത്യേകിച്ച് അഞ്ജനയ്ക്ക് തന്നെ. പക്ഷേ എന്നെ വിവാഹം കഴിക്കണമെന്ന് അവൾ വാശി പിടിക്കുകയാണ്. അതുപോലെ ഇവിടെ ഉള്ളവരെല്ലാവരും കൂടെ ഒരുമിച്ച് എന്നെ നിർബന്ധിക്കുകയാണ്. എന്തൊരു കഷ്ടമാണ്. ഇനി നിൻ്റെ പ്ലാൻ എന്താണെന്ന് ആൽഫ്രഡ് ചോദിക്കുന്നുണ്ട്. എന്തായാലും ഭൂമിയെ കാണണം, ഭൂമിയെ കണ്ട് ഭൂമിയായിട്ട് സംസാരിക്കണം എന്ന് പറയുന്നുണ്ട്. അങ്ങനെ ഭൂമിയെ വിളിക്കുക, എത്രയും പെട്ടെന്ന് തന്നെ എനിക്ക് ഭൂമിയെ കാണണമെന്ന് പറയുന്നുണ്ട്. അങ്ങനെ ഭൂമി അജയെ കാണാനായിട്ട് എത്തുന്നുണ്ട്. അപ്പം അജയ് ഭയങ്കര സങ്കടത്തിലാണ്. അപ്പോൾ ഭൂമി ചോദിക്കുന്നുണ്ട്, എന്ത് പറ്റി സാറിൻ്റെ തീരുമാനം വീട്ടിൽ അറിയിച്ചില്ലെന്ന് ചോദിക്കുകയാണ്. ഞാൻ വീട്ടിൽ അറിയിച്ച്, പിന്നെ എന്തുണ്ടായെന്ന് ചോദിക്കുകയാണ്. അങ്ങനെ അജയ് അവിടെ നടന്ന കാര്യങ്ങളൊക്കെ പറയുകയാണ്. മോതിരം ഊരി മാറ്റിയതും അതിനുശേഷം മുത്തശ്ശി ആ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോകാൻ ഒരുങ്ങിയ കാര്യങ്ങളെല്ലാം ഭൂമിയെടുത്ത് പറയുന്നുണ്ട്. അപ്പോൾ ഇത് കേൾക്കുമ്പോൾ ഭൂമിക്ക് ഭയങ്കര വിഷമമാവുന്നുണ്ട്. അപ്പം ഇതൊക്കെ പറഞ്ഞതിന് ശേഷം അജയ് പറയുന്നുണ്ട്, എനിക്ക് ഇനി എന്ത് സംഭവിച്ചാലും അഞ്ജനയെ വിവാഹം കഴിക്കാൻ പറ്റത്തില്ല. എൻ്റെ നയനയെ മറന്ന് വേറൊരു വിവാഹം അതൊരിക്കലും ഉണ്ടാവത്തില്ല. ഞാൻ എന്നെങ്കിലും ഒരാളെ വിവാഹം കഴിക്കുന്നെങ്കിൽ അത് എൻ്റെ നയനയായിരിക്കുമെന്ന് വിഷമത്തോടെ അജയ് പറയുന്നുണ്ട്. പക്ഷേ എൻ്റെ മുത്തശ്ശിയെ സങ്കടപ്പെടുത്താനും പറ്റത്തില്ല. ഈ വിവാഹത്തിന് ഞാൻ സമ്മതിച്ചില്ലെങ്കിൽ മുത്തശ്ശി ആ വീട്ടിൽ നിന്ന് പോകും. അതെനിക്ക് താങ്ങാനും പറ്റത്തില്ല എന്ന് അജയ് പറയുന്നുണ്ട്. ഇപ്പം ഞാൻ ആകപ്പാടെ ധർമ്മസങ്കടത്തില്ല. എനിക്ക് അഞ്ജനയെ വിവാഹം കഴിക്കാനും പറ്റത്തില്ല. കഴിക്കാതിരുന്നു കഴിഞ്ഞാൽ മുത്തശ്ശി ആ വീട്ടിൽ നിന്ന് പോകും. മുത്തശ്ശിയുടെ തീരുമാനം ആരും അനുസരിക്കുന്നില്ലെന്നും പറഞ്ഞാൽ മുത്തശ്ശി ഇരിക്കുന്നത്. അതുകൊണ്ട് എൻ്റെ തീരുമാനം, ഞാൻ അഞ്ജനയെ വിവാഹം കഴിച്ചില്ലെങ്കിൽ മുത്തശ്ശി ആ വീട്ടിൽ നിന്ന് പോകും. ഞാൻ ആകപ്പാട് ധർമ്മസങ്കടത്തിലാണെന്ന് ഭൂമിയെടുത്ത് പറയുകയാണ്. മുത്തശ്ശിയെ വിഷമിപ്പിക്കാൻ എനിക്ക് പറ്റത്തില്ലെന്ന്. ഇത് കേൾക്കുമ്പോൾ ഭൂമിയും പറയുന്നുണ്ട്, അത് തന്നെയാണ് എൻ്റെ അവസ്ഥ. എനിക്കും ആ മുത്തശ്ശിയെ വിഷമിപ്പിക്കാൻ പറ്റത്തില്ല. അതുകൊണ്ട് ഞാനൊരു തീരുമാനം പറയട്ടെ സാറിൻ്റെ അടുത്ത്. എന്താണെന്ന് അജയ് ചോദിക്കുന്നുണ്ട്. ഞാൻ ഈ വിവാഹ കരാറിൽ നിന്ന് പിന്മാറുകയാണ്. നിങ്ങളുടെ വിവാഹത്തിന് ആ മുത്തശ്ശി എന്നെയും വിളിച്ച് സ്വന്തം കൊച്ചുമോളാണെന്ന രീതിയിലാണ് എന്നെ വിളിച്ചിരിക്കുന്നത്. അങ്ങനെയുള്ള മുത്തശ്ശി എനിക്ക് വഞ്ചിക്കാൻ പറ്റത്തില്ല. അതുകൊണ്ട് സാർ എന്നോട് ക്ഷമിക്കണം. ഞാൻ ഈ വിവാഹ കരാറിൽ നിന്ന് പിന്മാറുകയാണ്. എന്താ ഭൂമി തീരുമാനം മാറ്റിയേ എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഭൂമി പറയുന്നുണ്ട്, സാർ എന്നോട് കൂടുതലൊന്നും ചോദിക്കല്ലേ. ഈ കരാറുമായി മുന്നോട്ട് പോകാൻ എനിക്ക് താല്പര്യമില്ല. ആ മുത്തശ്ശിയെ വഞ്ചിക്കാൻ എനിക്ക് പറ്റത്തില്ല എന്ന് പറഞ്ഞ് ഭൂമി അങ്ങ് പോവുകയാണ്. അജയ് ഭൂമിയെ വിളിച്ചിട്ട് ഭൂമി നിൽക്കാതെ അങ്ങ് പോവുകയാണ്. അജയ് എന്ത് ചെയ്യണമെന്നറിയാതെ ഇങ്ങനെ വിഷമത്തോടെ നിൽക്കുകയാണ്.